Hi, hello everyone, welcome back to my channel Adira Aravind YouTube channel. I am back with my lipstick collection video. So ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു, പക്ഷേ ബിക്കോസ് ഓഫ് സം ഇഷ്യൂസ് ഐ കുഡൻ ഡു ഇറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് മൈ ലിപ്സ്റ്റിക് കളക്ഷൻ ചെയ്യാമെന്ന്. അപ്പോൾ ഒരുപാട് ലിപ്സ്റ്റിക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആക്ച്വലി ഐ എം എ ലിപ്സ്റ്റിക് അഡിക്റ്റ് പേഴ്സൺ. വേറെ ഒരു മേക്കപ്പ് ഇല്ലെങ്കിലും മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, I love lipsticks. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇഫ് വി ആർ നോട്ട് റെഡി ടു ടു ഡു എ മേക്കപ്പ് എന്താണെങ്കിലും പക്ഷേ ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. അത് നമ്മുടെ എൻ്റെ ലുക്ക് തന്നെ മാറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം ഗേർലീസ് ലവ് ലിപ്സ്റ്റിക്സ്, റൈറ്റ്? സോ അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ കാണിക്കുന്ന ലിപ്സ്റ്റിക്സ് എല്ലാം എൻ്റെ ഫേവറേറ്റ് ഒന്നുമല്ല. ചിലത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ അബദ്ധം പറ്റി വാങ്ങിച്ചതുമുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മേ ബി നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലൊക്കെ പോകാം. ആക്ച്വലി ഇത് എനിക്ക് വളരെ കുറവായിട്ടുള്ള, എന്താ പറയുക, ഐ തിങ്ക് ഇറ്റ്സ് ലെസ് ദാൻ 10. അപ്പം ഇത് വലിയ വീഡിയോ ഒന്നുമല്ല, വളരെ കുട്ടി കുട്ടി വീഡിയോ ആണ്. അപ്പം ഞാൻ ഷെയ്ഡും മെൻഷൻ ചെയ്യാം, ബ്രാൻഡും മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സും മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അവരുടെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുമ്പോൾ അവർ ഇങ്ങനെ സ്യൂട്ട് കേസ് സഹിതമാണ് കാണിക്കുന്നത്, ഫുൾ ലിപ്സ്റ്റിക്സ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയൊക്കെ എനിക്ക് ആവണം. ഒത്തിരി ലിപ്സ്റ്റിക് കളക്ഷൻ വേണം. അതുകൊണ്ട് ഞാൻ കുറേ ഷെയ്ഡ്സ് പല പല യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് എല്ലാം ഇങ്ങനെ കാർട്ടിലെടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പതിയെ വാങ്ങിക്കണം. എന്നിട്ട് എനിക്കൊരു ബിഗ് ഒരു കളക്ഷൻ ഉണ്ടാക്കിയിട്ട് I will do another video with my vast lipstick collection. അപ്പോൾ ഇപ്പോൾ ഏതായാലും എൻ്റെ കയ്യിലുള്ള കുട്ടി കുട്ടി ലിപ്സ്റ്റിക്സ് നിങ്ങളെ കാണിക്കാം. പല പല പ്രൈസ് റേഞ്ചിലുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട്, സ്ഥിരം ഇട്ടിട്ട് അങ്ങനത്തെ ലിപ്സ്റ്റിക്സ് ഉണ്ട്. വാട്ട് ഐ ലവ് ദ ബെസ്റ്റ്. പിന്നെ എനിക്കിഷ്ടമില്ലാതെ ഉപയോഗിക്കാത്തതും ഉണ്ട്, ഒരുമാതിരി അബദ്ധം പറ്റി വാങ്ങിച്ചത്, ആസ് ഐ സെഡ്. അപ്പോൾ എല്ലാം നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ എങ്ങനെ ഞാൻ ഇടുന്നേ എല്ലാം കാണിക്കാം. ഓക്കെ, സോ without getting any delay, we'll get started with the video. അപ്പോൾ ബിഫോർ ഷോയിങ് യു ദ ലിപ്സ്റ്റിക്സ് കേട്ടോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ നാച്ചുറൽ ലൈറ്റിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒബ്വിയസ്ലി കാണുമ്പോൾ അറിയായിരിക്കും. ഞാൻ മുന്നിൽ ഒരു ലൈറ്റ് വെച്ചിട്ടോ ഒരു എഫക്റ്റ് കയറ്റിയിട്ടോ ഒന്നുമില്ല. ദിസ് ഇസ് മൈ നാച്ചുറൽ ഫേസ്. അതുപോലെ തന്നെ ഒരു മേക്കപ്പ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. ആകെ ഒരു പൊട്ട് മാത്രമേ ഉള്ളൂ. അപ്പം പൊട്ട് ഡെഫിനറ്റ്ലി വിൽ നോട്ട് അഫക്റ്റ് ആ ലിപ്സ്റ്റിക്സ്, റൈറ്റ്? പക്ഷെ നമ്മൾ മേക്കപ്പ് ഇടുന്ന സമയത്ത് അത് കുറച്ച് നമ്മുടെ ഷെയ്ഡിനെയും അതുപോലെ തന്നെ നമ്മുടെ ലുക്കിനെയൊക്കെ മാറ്റും. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് നാച്ചുറലി ഒരു നാച്ചുറൽ ലുക്കിൽ എങ്ങനെ ആണ് ആ ലിപ്സ്റ്റിക്സ് എൻ്റെ കളക്ഷനിലുള്ള ലിപ്സ്റ്റിക്സ് നമ്മുടെ ഫേസിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മേക്കപ്പ് പോലും ഇല്ലാണ്ട് പക്ക നാച്ചുറലായിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു ലൈറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ ട്യൂബ് ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. ഇപ്പോൾ ഡയറക്റ്റ് ഞാനൊരു ഉച്ച സമയത്താണ് കേട്ടോ ഇത് എടുക്കുന്ന ഈ വീഡിയോ. അപ്പോൾ ഉച്ചയിൽ ആ വിൻഡോയിൽ നിന്ന് വരുന്ന ആ ഒരു സൺലൈറ്റ് അത്രേ ഉള്ളൂ. അപ്പം പക്ക നാച്ചുറൽ ലൈറ്റാണ്. യു ക്യാൻ സീ നോ മേക്കപ്പ്. ലിപ്സിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്, ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ തന്നെ ലിപ് ബാം ഇട്ടൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും ലിപ്സ്റ്റിക്സ് സ്വാച്ച് ചെയ്ത് കാണിക്കാനുള്ളതാണ് ആയതുകൊണ്ട് ഇറ്റ് വിൽ റിയലി അഫക്റ്റ് മൈ ലിപ്സ്. ഓൾറെഡി വളരെ വിയേർഡായിട്ടാണ് അതിൻ്റെ സിറ്റുവേഷൻ. സോ ഐ ആം പ്ലാനിങ് ടു ഡു സം ലിപ് കെയർ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഹൈ ടൈം, എനിക്കത് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഒരുപാട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് വരാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാമായിരിക്കും, കണ്ടോ, നല്ലതായിട്ട് ബ്ലീഡ് ചെയ്ത് വരാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഡിലേഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കണ്ടോ, നമ്മുടെ അടുത്ത് ഇത്രയും ലിപ്സ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പതിയെ ഷെയ്ഡൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഏതിൽ തുടങ്ങണം? ആദ്യം ഒരു കാര്യം ചെയ്ത് നമുക്കൊരു ഓർഡർ അനുസരിച്ച് പോകാം, അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്സ്, പിന്നെ ലിപ് ക്രയോൺ കാണിക്കാം, പിന്നെ ലാസ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് കാണിക്കാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആകുമ്പോൾ കുറച്ചുകൂടെ കഷ്ടപ്പാടാണ് എനിക്ക് തുടച്ച് കളയാൻ സ്വാച്ച് ചെയ്ത് കാണിക്കുമ്പോൾ. അപ്പോൾ ആദ്യം ക്രയോണെല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലിപ്സിൽ ആ ഒരു ഷെയ്ഡ്. ഫസ്റ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് ഈ ഒരു കൈറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതുണ്ടല്ലോ, അടിപൊളി പാക്കേജിംഗ് ആണ്, ഒരു മാഗ്നറ്റിക് ടൈപ്പ് ഓഫ് പാക്കേജിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സ്പൈസി സിന്നമൺ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. അടിപൊളി ഷെയ്ഡെന്ന് വെച്ചാൽ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്രൗൺ, ഒരു റെഡിഷ് ബ്രൗൺ, നല്ല ഡീപ്പായിട്ടുള്ളൊരു കളറാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് ഫേസിനുണ്ടാവും.
അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല സ്മെല്ലുമാണ്. ലൈക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല എന്ന്. പക്ഷേ ഈ ഒരു ഒറ്റ ലിപ്സ്റ്റിക് ഇട്ട് തന്നെ എനിക്ക് എവിടെ വേണമെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ ഇപ്പോൾ എൻ്റെ ലിപ്സ് എങ്ങനെ ഇരിക്കുന്നതെന്ന്. കണ്ടോ, നമ്മുടെ ലുക്കേ മാറ്റും, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് ഐ തിങ്ക് ഒരു 700 to 800 സംതിങ് ആണ്. ഈ കറക്റ്റ് പ്രൈസ് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു ഗോ ടു ഹാവ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാണിത്. ഞാൻ ട്രാവലിങ്ങിനൊക്കെ എപ്പോഴും ഇതാണ് വെയർ ചെയ്യുന്നത്. ഒട്ടും ട്രാൻസ്ഫർ ആവില്ല, ലൈക്ക് വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ ഈച്ച് ലിപ്സ്റ്റിക്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനത് റിമൂവ് ചെയ്യുന്നത് ഈ മൈസെല്ല വാട്ടർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈസിലി അത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ എക്സ്ട്രാ ഷെയ്ഡൊന്നും ഇരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഓരോ ലിപ്സ്റ്റിക്സിൻ്റെയും ഡിഫറൻസ് കാണാൻ പറ്റില്ല. കാരണം നേരത്തെ ഇട്ടതിൻ്റെ ഓൾറെഡി ആ ഒരു ഷെയ്ഡ് ഉള്ളപ്പോൾ കറക്റ്റ് ഷെയ്ഡ് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടാണ് ഓരോന്നും കാണിക്കുന്നത്. ഓക്കെ, എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. മാമ എർത്ത് ബ്രാൻഡിൻ്റെ മാറ്റ് റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റാസ്ബെറി സ്കാർലെറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. 07 റാസ്ബെറി സ്കാർലെറ്റ്. സോ വളരെ ഒരു റെഡ്, ഒരു പിങ്കിഷ് റെഡ് എന്നൊക്കെ പറയാം. ലൈക്ക് എബ്സല്യൂട്ട് പിങ്ക് അല്ല, ബട്ട് എബ്സല്യൂട്ട് റെഡും അല്ല, ലൈക്ക് ഒരു പിങ്കിഷ് റെഡ്, അങ്ങനെ കറക്റ്റായിട്ട് പറയാം. ഞാൻ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് ഏറ്റവും നല്ലൊരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നടുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ സൈഡിലേക്ക് ഇങ്ങനെ ലിപ്സിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്സിൻ്റെ ടെക്സ്ചർ വന്നിട്ട് ഭയങ്കര ക്രീമി കൈൻഡാണ് കേട്ടോ. ഒട്ടും ലൈക്ക് നമ്മൾ എഫേർട്ട് എടുക്കണ്ട ഇതൊന്ന് വെയർ ചെയ്യാനായിട്ട്. ഈസിലി വെയർ ചെയ്യാൻ പറ്റും. കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ്. ലൈക്ക് ബെയർ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാത്ത ഫേസിൽ എത്ര ക്ലിയർ ആയിട്ടാണ് ആ ഒരു ലിപ്സ്റ്റിക്സ് വർക്ക് ചെയ്യുന്നതെന്ന്. വളരെ ബ്ലെൻഡിങ് ആണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു പിങ്ക് ലിപ്സ്റ്റിക്സ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഇത് ഭയങ്കര പിങ്കാക്കി ലൈക്ക് ഒരു വാഷ് ഔട്ട് ആവുന്ന രീതിയിലുള്ളൊരു പിങ്കും അല്ല, ഒരു റെഡിഷ് പിങ്ക് രീതിയിലുള്ളതാണ് കേട്ടോ. അടിപൊളിയാണേ, ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. റാസ്ബെറി സ്കാർലെറ്റ്. നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കളർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ട്രെസ് മാറ്റി റേഞ്ചിൽ വരുന്ന ദിസ് ഈസ് ഓൾസോ മാറ്റി ലിപ്സ്റ്റിക്സ്. അതിൻ്റെ 263 ആംസ്റ്റർഡാം ഓബോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഒരു ലൈക്ക് ബ്രൗൺ ആണ് എങ്കിൽ അത് റെഡായിട്ട് വർക്ക് ചെയ്യും. ലൈക്ക് ഒരു റെഡിഷ് ബ്രൗൺ കളറായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. നല്ല മാറ്റ് ഫിനിഷ് തരും. എനിക്ക് മാറ്റ് ഫിനിഷ് ഉള്ള ലിപ്സ്റ്റിക്സാണ് കൂടുതലിഷ്ടം. ലൈക്ക് മോർ ദാൻ ഗ്ലോസി ടൈപ്പിനെക്കാട്ടിലും മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ എന്താ പറയുക ലിപ്സിനോട് കറക്റ്റ് ചേർന്നിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത് കേട്ടോ. എൻ്റെ സ്കിൻ ടോണിനോടും എനിക്ക് അതാ കുറച്ചുകൂടെ സ്യൂട്ടായിട്ട് തോന്നുന്നത്. കണ്ടില്ലേ എന്നാ കിടിലൻ ഷെയ്ഡാന്ന് നോക്കിക്കേ നിങ്ങൾ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കാണാം എത്ര ഭംഗിയിൽ ലൈക്ക് അതെൻ്റെ ഫേസിനെ ഒന്ന് ബ്രൈറ്റ് ആക്കിയത് നിങ്ങൾ കണ്ടോ. അമേസിങ് ഒരു ഷെയ്ഡല്ലേ. അപ്പോൾ നിങ്ങളൊരു ബ്രൗൺ ലിപ്സ്റ്റിക് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷെയ്ഡ് നിങ്ങളുടെ കളക്ഷനിൽ എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം. 263 ആംസ്റ്റർഡാം ഏർബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതിന് കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതെന്തായാലും ഞാൻ ടാഗ് ചെയ്തൊക്കെയാവേ, നിങ്ങൾ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യണം. അടിപൊളി ഷെയ്ഡാണേ, ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. അടുത്തത് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഓക്കെ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒട്ടും ഇഷ്ടപ്പെടാതെ കിട്ടിയ ഒരു സാധനമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മാറ്റ് ട്രൂ ന്യൂഡ് N1 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചിട്ടാണ്. ഏറ്റവും വലിയ കോമഡി അതാണ് കേട്ടോ. സാധാരണ നമുക്ക് ഈ ലിപ് ഷെയ്ഡ്സ് എല്ലാം തെറ്റിപ്പോകുന്നത് ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോഴാണ്. പക്ഷെ ഞാൻ ഇത് ആക്ച്വലി സ്റ്റുഡിയോയിൽ പോയി ഇട്ട് നോക്കി കളക്ട് ചെയ്താന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്നിട്ടും ഇത് വളരെ പൊട്ട ഷെയ്ഡായിട്ടാണ് എനിക്ക് വർക്കായിട്ടുള്ളത്. ലൈക്ക് എനിക്കറിയില്ല ഞാൻ എന്ത് കണ്ടിട്ടാണ് ശരിക്കും ഇത് വാങ്ങിച്ചതെന്നുള്ളത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം നിങ്ങളെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെ ഗ്രാവിറ്റി എത്രയാണെന്ന്. ലിപ്സ്റ്റിക്സ് എല്ലാം ഞാൻ ഒരുപോലെ തന്നെയാണ്. ഇതൊരു ക്രയോൺ കൈൻഡാണ് ലിപ്സ്റ്റിക്കാണേ. കണ്ടില്ലേ, ഇത് ഞാൻ ശരിക്കും എനിക്കൊരു പെർഫെക്റ്റ് ന്യൂഡായിട്ട് വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ച് വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നാച്ചുറലി നമ്മുടെ ലിപ്സ്
ലൈക്ക് ഡാർക്കൻ ആവില്ലേ, ലൈക്ക് പിഗ്മെൻറ്റഡ് ആവില്ലേ, അതുപോലെ ഇരിക്കും. ഇത്രയും പിഗ്മെൻറ്റഡ് അല്ലാത്ത, ഐ മീൻ ഇത്രയും ഡാർക്ക്നെസ് ഇല്ലാത്ത എൻ്റെ ലിപ്സിനെ ഞാൻ മനഃപൂർവ്വം ഡാർക്കാക്കിയ പോലെയാണ് ഈ ഒരു ഷെയ്ഡ് എനിക്ക് വന്നിട്ടുള്ളത്. എനിക്കറിയത്തില്ല ഇത് എല്ലാവർക്കും ഇങ്ങനെയാണോ എനിക്കറിയില്ല, ആർക്കെങ്കിലും ഇത് ചേരുന്നോ, ഏതെങ്കിലും സ്കിൻ ടോൺ ഇത് ചേരുമെന്ന് പോലും എനിക്കറിയില്ല. ഒട്ടും പറ്റാത്തൊരു, ചുമ്മാ പോലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാത്തൊരു സാധനം കണ്ടില്ലേ. അതായത് ഈ സിഗരറ്റൊക്കെ വലിച്ചിട്ട് നമ്മുടെ ചുണ്ട് കറുത്ത് വരില്ലേ, ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഓൾറെഡി എൻ്റെ നല്ല ഹൈപ്പർ പിഗ്മെൻറ്റഡ് ഉള്ളൊരു ലിപ്സാണ്. പക്ഷേ ഇതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വലിയ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇല്ല എന്നുള്ള കാര്യം. പിന്നെ ഞാൻ ഓർത്തു ഓക്കെ എങ്കിൽ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്താൽ ചിലപ്പോൾ കൊള്ളായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ ഇത്. നല്ലൊരു ലിപ്പ് ലൈനറാണ്, കളർ ബാറിൻ്റെ. ഷെയ്ഡ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ആക്ച്വലി ഇതെല്ലാം മാഞ്ഞു പോയി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചുമ്മാ നോക്കുകയാണ് കേട്ടോ. നല്ല ബ്രൗൺ ആയിട്ടുള്ളൊരു ലിപ്പ് ലൈനറാണ്. അപ്പോൾ അത് വെച്ചിട്ടേൽ നമുക്ക് കുറച്ചേലും ഒരു വ്യത്യാസം ഇതിന് കൊണ്ടുവരാൻ പറ്റുമോ ഞാൻ നോക്കുമായിരുന്നു. പക്ഷേ നോ യൂസ്, ഒന്നുമില്ല. ദ വേസ്റ്റ് പ്രോഡക്റ്റ് ദറ്റ് ഐ ഹാവ് എവർ ബൈഡ്. ഐ ലോസ്റ്റ് മൈ മണി. ഇത് വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് ലെസ് ദാൻ 100, ബട്ട് സ്റ്റിൽ മൈ ഗോഡ്. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ 12 hours സ്റ്റേ മാറ്റ് ലിപ്പ് ക്രയോൺ ആണ്. ക്രയോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്, ലൈക്ക് ലിപ്പ് ക്രയോൺ ആണിത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 12 ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ഷെയ്ഡാണ്, ലൈക്ക് ലൈറ്റല്ല, കുറച്ച് നല്ല ഡീപ്പായിട്ടുള്ള ഒരു വൈൻ കളർ ഓഫ് ലിപ്സ്റ്റിക്കാണ്. അപ്പം നല്ല മാറ്റ് ഫിനിഷ് തരുന്നതാണ്, നിങ്ങൾക്ക് നന്നായിട്ട് ലിപ്സിലോട് സിങ്ക് ചെയ്ത് പോകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഇത് ആക്ച്വലി എന്താ പറയുന്നത്, ഇപ്പം നമുക്ക് ഈ നമ്മുടെ കളക്ഷനിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വേണം, ന്യൂഡ് ഷെയ്ഡ് വേണം, പിങ്ക് ഷെയ്ഡ് വേണം, അങ്ങനെ പല പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു വൈൻ കളർ വളരെ സ്യൂട്ടബിളാണ് നമുക്ക് നമ്മുടെ കളക്ഷനിൽ കീപ്പ് ചെയ്യാനായിട്ട്. ഒരുപാട് ഡ്രസ്സിൻ്റെ കൂടെ വെൽ സ്യൂട്ടായിട്ട് പോകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ലിപ് ക്രയോൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല ആസ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്താ പറയുന്നത്, ലിപ് ക്രയോൺ സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ സ്വിസ് ബ്യൂട്ടിയുടെ 12 hours സ്റ്റേ മാറ്റ് ലിപ് ക്രയോൺ 12 ബർഗണ്ടി എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഓക്കെ, കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ മാറ്റ് ആവും കേട്ടോ. ഈ മാറ്റ് ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ലുക്ക് കിട്ടും. ലൈക്ക് എന്താ പറയുന്നത്, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫീൽ വരും. ഇതെൻ്റെ മാത്രം ഒപ്പീനിയൻ ആണെന്ന് എനിക്കറിയില്ല, ഗ്ലോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ബട്ട് എനിക്ക് എപ്പോഴും ഒരു ബോൾഡ് ലുക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ മാറ്റ് ലിപ്സ്റ്റിക്സ് ട്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനത്തെ മാറ്റ് ലിപ്സ്റ്റിക്സാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി വെറൈറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലാത്ത ഗ്ലോസ് അതുപോലെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് അതൊക്കെ ഞാൻ എൻ്റെ ഇതിൽ വെക്കണം. അപ്പോൾ എൻ്റെ അടുത്ത ക്രയോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് നൈക്കയുടെ മാറ്റ് കളക്ഷനിൽ വരുന്ന ലിപ് ക്രയോൺ കേട്ടോ. പിങ്ക് ഓൺ ഫ്ലീക്ക് 03 എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇത്. ഇത് നല്ല പെർഫെക്റ്റ് ന്യൂഡാണ് കേട്ടോ. എൻ്റെ സ്കിൻ ടോൺ ഉള്ളൊരു വ്യക്തിക്ക് പെർഫെക്റ്റ്ലി ന്യൂഡായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഒരു ന്യൂഡ് പിങ്കാണിത്. അമേസിങ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അമേസിങ് ഷെയ്ഡാണ്. ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങളെ എങ്ങനെ ഇത് നല്ലൊരു ന്യൂഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്സ് അത്ര ചേരത്തില്ല, കാരണം എൻ്റെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ കാരണവും പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്യുന്ന കാരണമൊക്കെ ന്യൂഡ് ഞാൻ അധികം ട്രൈ ചെയ്യാറില്ല. പക്ഷെ നമുക്ക് ചില ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ, ലൈക്ക് നമ്മൾ ലിപ്സിൽ ലിപ്സ്റ്റിക്സ് ഇട്ടാലും ഇട്ടില്ല എന്ന് തോന്നണം എന്നുള്ളത്. ലൈക്ക് ന്യൂഡിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് വേണ്ടി, പർപ്പസിന് വേണ്ടി ഞാനിങ്ങനെ ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഇങ്ങനെ തപ്പി നടന്നപ്പോൾ എനിക്ക് കൈവന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. പിങ്ക് മാത്രമല്ല, പിങ്ക് ഷെയ്ഡും. ഇതൊരു നാച്ചുറൽ നമ്മുടെ ബേബി ലിപ്സ് പോലെ ഇരിക്കും. സി ഹൗ ബ്യൂട്ടിഫുൾ നോക്കിയേ. അതായത് നമ്മൾ എന്താ പറയുന്നത്, ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് പിങ്ക് ആക്കിയ പോലെയല്ല, നാച്ചുറലി ഒരു പിങ്കാണ് നമ്മുടെ ലിപ്സ്റ്റിക്സ് എന്നുള്ളൊരു രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ഓൺ ഫ്ലീക്ക് 03 നൈക്കയുടെ. സോ ഇത് ഞാൻ ചില സമയത്ത് ഇത് രണ്ടായിട്ട് വർക്ക് ചെയ്യും. ലൈക്ക് വിത്തൗട്ട് ലിപ്പ് ലൈനർ നിങ്ങൾക്ക് നോക്കാം, പക്ഷേ ഞാൻ ഇതൊരു ലിപ്പ് ലൈനർ വെച്ചിട്ട് കൂടി നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. സോ ഈ ഒരു ലിപ്പ് ലൈനർ വന്നിട്ട് ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ലിപ്പ് ലൈനറാണ്, മെറൂൺ കൈൻഡ് ഓഫ് ലിപ്പ് ലൈനറാണ്. മറൂൺ 06 എന്ന് തന്നെയാണ് ഇതിൻ്റെ, ഫേസസ് കാനഡയുടെ മെറൂൺ 06 എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ തന്നെ പേര്. മെറൂൺ ടൈപ്പാണ് അത്. ഞാൻ ഈ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ബേസിക്കലി ഞാൻ ലിപ്പ് ലൈനർ സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാവരും ലിപ്പ് ലൈനർ ഇട്ടിട്ട് ഉള്ളിൽ ലിപ്സ്റ്റിക് ഇടുകയാണ് ചെയ്യാറ്. പക്ഷേ എനിക്കെന്തോ അതൊട്ടും ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്. അപ്പം ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടാം. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ലൈക്ക് ഐ എം ഗെറ്റിംഗ് അനദർ ഷെയ്ഡ്. അതായത് നേരത്തെ ആ ഒരു ന്യൂഡ് പിങ്കിനെക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് ലുക്ക്. രണ്ടും കിടിലനാണ്. ഇത് നിങ്ങൾക്ക് സിംപ്ലി വെയർ ചെയ്യാം, പക്ഷേ ഇങ്ങനെയും നിങ്ങൾക്ക് വെയർ ചെയ്യാം. ഇതാണ് കുറച്ചുകൂടെ ഭംഗിയില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പക്ഷേ നിങ്ങൾക്ക് നാച്ചുറലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലിപ്പ് ലൈനർ ഇല്ലാതെയും യൂസ് ചെയ്യാം. പക്ഷേ മേ ബി കുറച്ച് കഴിയുമ്പോൾ അത് വാഷ് ഔട്ടായി വരും. പക്ഷേ ഈ ഒരു ലുക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ വിത്ത് ലിപ്പ് ലൈനർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കുട്ടി കുട്ടി ലിപ്സ്റ്റിക്സ് കാറ്റഗറിയിൽ, ലിപ് ക്രയോൺ കാറ്റഗറിയിൽ വരുന്ന എൻ്റെ കളക്ഷൻസ് കണ്ടു. ഇനി നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്സിലേക്ക് പോകാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. അത് ലൈക്ക് ഡ്രൈയിങ് ആണ് ഒബ്വിയസ്ലി, പക്ഷേ എന്താണെന്നറിയില്ല, ലിപ്സിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് കളക്ട് ചെയ്തൊരു ലിപ്സ്റ്റിക്കാണ്. സത്യം പറഞ്ഞാൽ ഇത് തീർന്നു കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന്. ഇതൊരു പ്ലംപ് ഇഫക്റ്റ് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് പ്ലംപ് ഐസ്ഡ് മോച്ച N01 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് സ്റ്റുഡിയോയുടെ. അപ്പം ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ കളർ വരുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇതൊരു പ്ലംപ് ഇഫക്റ്റാണ്. പ്ലംപ് നിങ്ങളുടെ ലിപ്സിനെ പ്ലംപ് നിങ്ങൾക്ക് അറിയാമല്ലോ, ലൈക്ക് ഒരു ബേണിങ് സെൻസേഷൻ കൊടുക്കും. അങ്ങനെ നിങ്ങളുടെ ലിപ്സ് കുറച്ചിങ്ങനെ വീർത്ത് വരും. ലൈക്ക് എന്താ പറയുക, ഒരു ഫിൽറ്റർ ഇട്ടൊരു എഫക്റ്റ്. സോറി, നോട്ട് ഫിൽറ്റർ, ഐ എം റിയലി സോറി, ഒരു ഫില്ലർ കൊടുത്തൊരു എഫക്റ്റ് വരും കേട്ടോ. അപ്പോൾ കുറച്ച് ബേണിങ് സെൻസേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അസിഡിക് നേച്ചർ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് വളരെ ബ്യൂട്ടിഫുൾ ഒരു ഷെയ്ഡാണ്. ഇത് എനിക്കറിയില്ല, ഇത് തീർന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കളർ ഡിഫൈൻ ചെയ്ത് കിട്ടുന്നുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ ഒരു ബ്രൗണിഷ് ന്യൂഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതുതന്നെ ലിപ്സ് കുറച്ച് വലുതായിട്ട് എടുത്ത് നിൽക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. സ്വാച്ച് ചെയ്ത് കാണിച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ചിന്നിൻ്റെ ഭാഗം നല്ല ഒരു ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. പ്ലീസ് ഇഗ്നോർ. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് കൂടുതലും പിങ്ക് ആണല്ലേ ഉള്ളത്, ഞാനും ഇപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷിൽ തന്നെ വരുന്നൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതും സ്റ്റുഡിയോയുടെ തന്നെയാണ്. ഷെയ്ഡ് വന്നിട്ട് ഹാപ്പി 01 ഷെയ്ഡ്. ഓക്കെ, സോ ഇതൊരു പെർഫെക്റ്റ് പിങ്ക് ലിപ്സ്റ്റിക്കാണ്. ലൈക്ക് പിങ്ക് മാറ്റ്. ഇഫ് യു ആർ പിങ്ക് മാറ്റ് ലവേഴ്സ്, ഡെഫിനറ്റ്ലി നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട ഒരു ലിപ്സ്റ്റിക്കാണ്. I will damnly prefer this because this is such a beautiful shade, such a pink beautiful shade. See, literally you can see, right, how beautiful it is to my skin, to my lips, to my face. It's amazingly working. So definitely നിങ്ങൾ ഈ ഒരു ഷെയ്ഡ് നോക്കണം. അപ്പോൾ ഞാനിത് സിംപ്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാം. ബിക്കോസ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതങ്ങ് വാഷ് ഔട്ട് ചെയ്ത് പോകുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഈ നേരത്തെ ഇട്ട മെറൂൺ 06 ഫേസസ് കാനഡ ലിപ്പ് ലൈനറില്ലേ, അത് വെച്ചിട്ട് കൂടി ഒന്ന് ലൈൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് കൂടെ കിട്ടും. അപ്പം രണ്ട് രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ലിപ്പ് ലൈനർ ഇട്ടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയിൽ എനിക്ക് ലിപ്സ്റ്റിക്സ് കിട്ടാറുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ലിപ്പ് ലൈനർ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ പുറത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് സിംപ്ലി ആണെങ്കിലും വെയർ ചെയ്യാം, വിത്ത് ലിപ്പ് ലൈനർ ആണെങ്കിലും വെയർ ചെയ്യാം. രണ്ടും രണ്ട് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഐ മീൻ സെയിം ഷെയ്ഡ് തന്നെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. ലൈക്ക് അതിൻ്റെ അണ്ടർ ടോണിൽ വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, പെർഫെക്റ്റ്ലി ഫൈൻ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വിത്ത് ലിപ്പ് ലൈനർ ഓർ വിത്തൗട്ട് ലിപ്പ് ലൈനർ. രണ്ടാണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ദിസ് ഈസ് എൻ അമേസിങ് ഷെയ്ഡ് കേട്ടോ, ഹാപ്പി ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടാണ് എൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് കളക്ഷനിൽ എൻ്റെ എവർ ഫേവറേറ്റ്. എനിക്കറിയത്തില്ല എനിക്ക് ഈ ലിപ് ഷെയ്ഡ് എത്രത്തോളം ഇഷ്ടമെന്ന്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് എനിക്ക് കൂടുതലും ഉള്ളത് പിങ്ക് ലിപ്സ്റ്റിക്സ് ആണല്ലോ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, കൂടുതൽ പിങ്ക് ഷെയ്ഡ് വരിക, പിങ്ക് ന്യൂഡ്, ലൈക്ക് എല്ലാത്തിലും ഒരു പിങ്കുമായുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കൊരു ഓറഞ്ച് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡിൽ എനിക്കൊരു മാറ്റ് ലിപ്സ്റ്റിക്ക് കിട്ടുന്നത്. ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് റാൻഡംലി എൻ്റെ റൂംമേറ്റ് അവളുടെ ലിപ്സിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയി. എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ ഷെയ്ഡ് ഏതാണെന്ന് ഏതാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വാങ്ങിച്ചു. സാധാരണ ഞാൻ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ എനിക്ക് നേരിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഒരാൾ വെയർ ചെയ്ത് കണ്ടിട്ട് എനിക്കിങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ളൊരു
അപ്പോൾ അത് അവൾ എന്നെക്കാൾ കുറച്ചുകൂടി ഫെയർ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് അവൾക്ക് ചേരുന്ന അത്രയും അടിപൊളിയായിട്ട് ഇത് ചേരുമോ എന്ന്. പക്ഷേ ഇതെനിക്ക് ഞാൻ വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. ഇഫ് ഐ വോണ്ട് ടു ലീവ് വിത്ത് ഓൺലി വൺ ലിപ്സ്റ്റിക്സ് ഐ വിൽ ഡെഫിനറ്റ്ലി ചൂസ് ദിസ് വൺ. സോറി, ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് പറഞ്ഞില്ല. കളർ ബംപ്, മാർസിൻ്റെ കളർ ബംപ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലെ റസ്റ്റി റോം 07 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. റസ്റ്റി റോം 07, ഐ വിൽ സ്ട്രെസ് ഇറ്റ്, റസ്റ്റി റോം 07. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഓറഞ്ച് ഷെയ്ഡ് ലവറാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര ഓറഞ്ച് കൈൻഡ് ഓഫ് തിങ്ങും അല്ല ഇത്, ഓറഞ്ച് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ട് സ്യൂട്ടബിളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഇത്. ഞാൻ ആക്ച്വലി ഇത് ലിപ് ലൈനർ ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇടാറുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളെ ഇട്ടിട്ടൂടി ഒന്ന് കാണിക്കാം, അപ്പോൾ നമുക്ക് വേറൊരു ലുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇത് ലൈക്ക് സിംപ്ലി തന്നെ നിങ്ങൾക്ക് വെയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി ഷെയ്ഡ് കിട്ടും. ബട്ട് നിങ്ങൾക്കൊരു ഡിഫറെൻ്റ് ആയിട്ട്, നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ലുക്ക് വേണമെങ്കിൽ യു ക്യാൻ സ്റ്റൈൽ ഇറ്റ് വിത്ത് ലിപ് ലൈനർ ആസ് വെൽ. സോ ഇതുപോലെ ഒരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ലുക്ക് കിട്ടും. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുന്ന മറ്റൊരു കോംബോ വീഡിയോ, ഒരു കോമ്പിനേഷൻ കൂടെ ഉണ്ട്. നേരത്തെ ഞാൻ എനിക്ക് ഒട്ടും ഫേവറേറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ്സ്റ്റിക്ക് കാണിച്ചില്ലേ, ലൈക്ക് ഒരു ലിപ് ക്രയോൺ സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലിപ്സ് ഡാർക്ക് ആക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ട്രൂ ന്യൂഡ് മാറ്റ് N1 എന്ന് പറഞ്ഞൊരു ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് കാണിച്ചില്ലേ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരു കോംബോ പോലെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു നല്ല ന്യൂഡ് കൈൻഡിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ഇത് വാങ്ങിച്ചു എന്നുള്ളൊരു നഷ്ടബോധം കൂടി തോന്നാതിരിക്കാനാണ് ആക്ച്വലി ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതുപോലത്തെ ഒരു ന്യൂഡ് ഷെയ്ഡ് എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ വിത്ത് ദിസ് ലിപ്സ്റ്റിക്, വിത്ത് ദിസ് ലിപ് ക്രയോൺ ആൻഡ് വിത്ത് ദിസ് ലിപ് ലൈനർ, ഇത് മൂന്നിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ എനിക്കൊരു പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടി. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ ഓൾറെഡി വെയർ ചെയ്തു കേട്ടോ. എല്ലാം നിങ്ങളിങ്ങനെ വെയർ ചെയ്ത് കാണിക്കണ്ടല്ലോ, ഓൾറെഡി വെയർ ചെയ്തു. ഇത് സ്റ്റേജിൻ്റെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്സാണ്. ലിപ്സ് ഡോൺ ലൈ എന്ന് പറയുന്ന കാറ്റഗറിയിലെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണിത്. വൈൻ ആൻഡ് ഡൈൻ 03 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. 12 hour മാറ്റ് ട്രാൻസ് പ്രൂഫ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ട്രാൻസ്ഫർ പ്രൂഫ് എന്ന് ഇവർ പറയുന്നത് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, എല്ലാം ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡീപ്പ് വൈൻ കൈൻഡ് ഓഫ് ഷെയ്ഡ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കളറിൻ്റെ അത്രയ്ക്ക് വലിയ ഫാനൊന്നും അല്ല, പക്ഷേ ഒരു കളക്ഷൻ ആകുമ്പോൾ നമുക്കിപ്പോൾ എല്ലാം വേണമല്ലോ, ലൈക്ക് ഡെയിലി വെയർ ചെയ്യാനായിട്ട് എല്ലാ കൈൻഡ് ഓഫ് കാറ്റഗറീസും വേണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് എൻ്റെ അനദർ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഓൾറെഡി ഞാൻ വെയർ ചെയ്തു. ഇത് മേബിലിൻ്റെ വിനൈൽ കളക്ഷനിൽ വരുന്ന 10 ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഒത്തിരി വൈറലായിട്ടുള്ളൊരു, ഈ കാറ്റഗറിയിൽ ഒരുപാട് ഷെയ്ഡ്സ് ഒത്തിരി വൈറലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്, ചിലർക്ക് അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലിപ്പി, സോസി, അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ലിപ്പിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ട് കണ്ടില്ലേ നിങ്ങൾക്ക്, ഇതൊരു ഗ്ലോസി കൈൻഡ് ഓഫ് ഫീലാണ് കേട്ടോ. അത്രയ്ക്ക് മാറ്റല്ല, ഗ്ലോസി എഫക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ ഒരുപാട് ഇങ്ങനെ ഗ്ലോസ് പോലെ എനിക്ക് ഫീൽ ചെയ്താൽ ഇതുപോലൊരു ലിപ്പ് ബ്രഷ് വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും, ഒന്ന് വരച്ചിങ്ങനെ കൊടുക്കും. അപ്പോൾ എക്സസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഫിനിഷിങ് നമ്മുടെ ലിപ്സിൽ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ മാറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ, ഒരു ഗ്ലോസി കൈൻഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഇതെന്താ പറയുന്നത്, ഒരു വൃത്തികേട് തോന്നത്തില്ല നമ്മുടെ ചുണ്ടിൽ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലോസി എഫക്റ്റ് അങ്ങനെ തോന്നത്തില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ഗ്ലോസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ല പെർഫെക്റ്റ് ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ലിപ്പി എന്ന് പറയുന്ന ഷെയ്ഡിലെ അടിപൊളി ഷെയ്ഡാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് റീസെൻ്റ്ലി വാങ്ങിച്ച വൈറലായിട്ടുള്ള ലിപ്സ്റ്റിക്സാണ്. നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിരിക്കുമല്ലേ, ദിയാകൃഷ്ണ വൈറലാക്കിയ ലിപ്സ്റ്റിക്സ്, മോസ് കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്സ് കളക്ഷനിൽ. അപ്പം മാർസിൻ്റെ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലേ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വേറെ ഒരു ലിപ്സ്റ്റിക്കും ഇതിൻ്റെ അത്രയും വരത്തില്ല. അത്രയ്ക്കൊരു അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് എനിക്കറിയത്തില്ല ഇവരെങ്ങനെ ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും കിടലിനൊരു ലിപ്സ്റ്റിക്ക് കൊടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല.
അത്രയ്ക്കൊരു സൂപ്പർ ഡ്യൂപ്പറായിട്ടുള്ളൊരു ഒരു എന്താ പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ കളറിനെക്കാട്ടിലും എന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ടെക്സ്ചറാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ വെയർ ചെയ്യുമ്പോൾ തന്നെ ഈ മൗസ് കൈൻഡ് ഓഫ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ബ്ലർ ചെയ്ത് പോവാണ് നിങ്ങളുടെ ലിപ്സ് ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ബ്ലേർഡ് എഫക്റ്റാണ് കിട്ടുന്നത്. ഫുൾ പിഗ്മെൻറ്റേഷനും മാറി. ലൈക്ക് എനിക്കതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, അതുപോലെ അതിനെ അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ അമേസിങ് ലിപ്സ്റ്റിക് കേട്ടോ. അപ്പോൾ ഈ ഷെയ്ഡ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ലീഡിങ് ലേഡിയാണ് കേട്ടോ. 01 ലീഡിങ് ലേഡി ഫസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എനിക്കിതിനകത്തുള്ള എല്ലാ ഷെയ്ഡും ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ പ്രൈസും ലൈക്ക് ലെസ് ദാൻ 300 ആണ് കേട്ടോ. 239 299 സംതിങ് ആണ്. എനിക്കറിയത്തില്ല അവർക്ക് എങ്ങനെയാണ് ഇത്രയും നല്ല ലിപ്സ്റ്റിക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് തരാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. മേ ബി ഇതിനുള്ള ക്വാണ്ടിറ്റിയിൽ എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. കാരണം മോസ് ടൈപ്പ് ഓഫ് ടെക്സ്ചർ ആയതുകൊണ്ട് അതിലെന്തോരം ഉണ്ട് നമുക്കറിയാൻ പറ്റില്ല. കുറച്ച് നമ്മൾ ഇട്ടാലേ അത് ആ ഒരു നമ്മുടെ ലിപ്സിൽ അത് ഇരിക്കുന്നുള്ളൂ കറക്റ്റായിട്ട്. അതായത് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം. അപ്പോൾ എനിക്കൊന്ന് പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നു. അപ്പോൾ അതായിരിക്കും മേ ബി ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയണമെങ്കിൽ. കാരണം ഈ ഒരു പ്രൈസിൽ അവർക്കിത് തരണമെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിരിക്കണമല്ലോ. ഇതെൻ്റെ ഒരു ഗസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയും ഇടാം. പിന്നെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് കൂടി ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെയും. ഇങ്ങനെ തന്നെ ഇടുന്നതിന് ഒരു പ്രശ്നവുമില്ല, വാഷ് ഔട്ടൊന്നും ആവില്ല കേട്ടോ. പക്ഷേ ഞാനിത് ജസ്റ്റ് ഇങ്ങനെയും കൂടി ഒന്ന് നോക്കുകയാണേ. അപ്പോൾ എനിക്കെപ്പോഴും ഈ ലിപ്പ് ലൈനർ വെച്ചിട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി ഭംഗിയിൽ എല്ലാ ലിപ്സ്റ്റിക്കും കിട്ടാറുണ്ട്. അപ്പോൾ ഇതങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. പക്ക ഇതും അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു ലിപ്പ് ലൈനർ ഇടുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടും. പക്ഷെ 2 രീതിയിലും ഇടാം, 2 രീതിയിലും സ്റ്റൈൽ ചെയ്യാം. അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു മൗസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു ലീഡിങ് ലേഡി ഷെയ്ഡ് എല്ലാവരും ഡെഫിനറ്റ്ലി വാങ്ങിക്കണേ. ഈ ഒരു പ്രൈസിൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. കണ്ടില്ലേ എത്ര സ്യൂട്ടായിട്ട്, ലൈക്ക് ഒരു കൊറിയൻ എഫക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കൊറിയൻ ലിപ്സ് അമേസിംഗ്ലി വർക്കിംഗ്. ഇപ്പോഴും എനിക്ക് അറിയത്തില്ല അവരെങ്ങനെ ഈ ഒരു പ്രൈസിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് കൊടുക്കുന്നു എന്നുള്ളത്. അടിപൊളി അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. ഓ മൈ ഗോഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ. എനിക്കറിയാം വളരെ കുഞ്ഞ് കളക്ഷൻ എന്ന് മാത്രം പറയാനൊന്നുമില്ല, വളരെ മിനിമം നമ്പർ ഓഫ് ലിപ്സ്റ്റിക്സേ ഉള്ളൂ. പക്ഷേ അതിൽ തന്നെ നിങ്ങൾക്കറിയാലോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഞാൻ കാണിച്ചു. ക്രയോൺ ടൈപ്പ് കാണിച്ചു, ലിപ്സ്റ്റിക് ടൈപ്പ് കാണിച്ചു, ലിക്വിഡ് ലിപ്സ്റ്റിക്സും കാണിച്ചു അല്ലേ. എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കുറച്ചുകൂടി ഇഷ്ടം. മാറ്റ് ഫിനിഷ് വരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്സ് തന്നെയാണ് കുറച്ചുകൂടി ഇഷ്ടം. ഈവൻ ദോ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുമെങ്കിലും ബട്ട് സ്റ്റിൽ ഐ പ്രിഫർ ദാറ്റ്. അപ്പോൾ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്, ബട്ട് സ്റ്റിൽ ഐ പ്രിഫർ ദാറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഫൈനലി നിങ്ങളെ കാണിച്ച സ്റ്റേജിൻ്റെ മറ്റേ വൈൻ ആൻഡ് ഡൈൻ ആണ് കേട്ടോ ഇപ്പോൾ എനിക്ക് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനടുത്ത് കൺക്ലൂഷൻ വീഡിയോ ചെയ്തിട്ട് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അപ്ഡേറ്റഡ് ലിപ്സ്റ്റിക് കളക്ഷൻ ചെയ്യണം. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഷെയ്ഡ്സ് വെച്ചിട്ട്. അതാണ് എൻ്റെ സ്വപ്നം. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാൻ എനിക്ക് പറ്റട്ടെ, കാണാൻ നിങ്ങൾക്കും പറ്റട്ടെ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് എൻ്റെ സെയിം സ്കിൻ ടോൺ ഉള്ളവർക്ക് നിങ്ങൾക്ക് ചേരുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും അതുപോലെ തന്നെ ഞാൻ അത് ഈ വീഡിയോയുടെ ഒപ്പം തന്നെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഏതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഇതിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ചിലത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ചിലത് തീരെ ഇപ്പം ഞാൻ പറഞ്ഞ മാൾസിൻ്റെ ഒക്കെ ആണെങ്കിൽ വൈറൽ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്, ബട്ട് സ്റ്റിൽ വളരെ അഫോർഡബിൾ ആണ്. ലെസ് ദാൻ 300 ആണ്. അതിൻ്റെ എല്ലാ റേഞ്ചിലും ഉള്ളൂ കേട്ടോ, എല്ലാ ഷെയ്ഡ്സും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മൈ ഗോഡ്, എനിക്കറിയില്ല അതെങ്ങനെ പറയണ്ടേ നിങ്ങൾക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകിച്ച് അതിൻ്റെ ടെക്സ്ചറാണെന്ന് തോന്നുന്നു. എനിക്ക് ഷെയ്ഡിനെക്കാട്ടിലും ആ ഒരു മോസ്റ്റ് ടെക്സ്ചറാണ് എനിക്ക് ലൈക്ക് ബ്ലറിങ് ഇഫക്റ്റ് കൊറിയൻ ലിപ്സ് തരും അങ്ങനെയൊക്കെ ഉള്ളൊരിത്. കൊറിയൻ ലിപ്സ് കിട്ടുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ആ മോസ് ഫിനിഷ് your lips looks like a, what should I say, like a cherry kind of thing. So
അതിപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത് ലീഡിങ് ലേഡിയാണ് കേട്ടോ, 01 ആണ് എൻ്റെ അടുത്തുള്ളത്. എനിക്കതിൽ കുറേ ഞാനിങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാർട്ടിൽ, മിക്ക ഷെയ്ഡ്സും ട്രൈ ചെയ്യണമെന്ന്. പിന്നെ എനിക്ക് ഇത് വളരെ കുറവാണെന്ന് തോന്നി ഇതിനുള്ളിലുള്ളത്, കാരണം ഇതൊരു മോസ്റ്റ് കൈൻഡ് ആയതുകൊണ്ട് നമുക്ക് എന്തുമാത്രമാണ് അതിൽ ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, കുറച്ച് എടുത്ത് കഴിയുമ്പോൾ തന്നെ കുറച്ച് വേണം നമുക്ക്, ലൈക്ക് ഒരു ക്വാണ്ടിറ്റി നമ്മൾ എടുത്താലേ നമുക്ക് ചുണ്ടിൽ നന്നായിട്ട് അത് വരുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തീരുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എനിക്കറിയില്ല. ഞാൻ ഉപയോഗിച്ചിട്ട് ലൈക്ക് നിങ്ങൾക്ക് ഞാൻ ആ ഒരു രീതിയിൽ പറയാം, ലൈക്ക് അത് പെട്ടെന്ന് തീരുന്ന ടൈപ്പാണോ, മേ ബി അതായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഇത്രയും നല്ലൊരു ലിപ്സ്റ്റിക് കിട്ടത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കണമല്ലോ ഒബ്വിയസ്ലി. ഓക്കെ, സോ ഇതിൻ്റെ വൈഡ് റേഞ്ച് എനിക്ക് വാങ്ങിക്കണം. അതുപോലെ തന്നെ ഫേസ് സ്കാനറുടെ കുറച്ച് റേഞ്ചസ് ഉണ്ട്, അതും ഒന്ന് വാങ്ങിക്കണം. പിന്നെ ഞാൻ ഇതുപോലെ കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ട് സെറ്റ് ചെയ്തിട്ടിട്ടുള്ള കുറച്ചുണ്ട്, അതും ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അപ്ഡേറ്റഡ് വാസ്റ്റ് ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ യു വിൽ ഡെഫിനറ്റ്ലി വാച്ച് വിത്തൗട്ട് മച്ച് ഡിലേ. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ടു യുവർ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ, ടിൽ ദെൻ ഇറ്റ്സ് മീ ആതിര. ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.